ഹായ് ഫ്രണ്ട്സ്, ബേക്കിംഗ് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ 1 കിലോഗ്രാം റെഡ് വെൽവെറ്റ് കേക്കിനൊക്കെ ബേസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള റെഡ് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള എപ്പിസോഡുകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ബേക്കിംഗ് ക്ലാസ് മാത്രമായിട്ട് ഒരു പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ കയറി നോക്കിയാൽ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ബേക്കിംഗ് ക്ലാസ്സുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ സ്പോഞ്ച് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കിയിട്ട് വരാം. ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ബട്ടർ മിൽക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ഇളം ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. അത് ഇതുപോലൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. വിനാഗിരിക്ക് പകരമായിട്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പുളിയുള്ള തൈര് എടുത്താലും മതി കേട്ടോ. തൈരാകുമ്പോൾ 2 ടീസ്പൂണ് വരെ ചേർത്ത് കൊടുക്കേണ്ടി വരും. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് ബട്ടർ മിൽക്ക് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇളം ചൂടുള്ള പാലാണെങ്കിൽ നമ്മൾ ഈ പൊടിയൊക്കെ അരിച്ചെടുക്കുന്ന ആ ഒരു സമയം തന്നെ മതി കേട്ടോ, ഇത് ബട്ടർ മിൽക്ക് ആവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അത് അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്കിതിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം. ലൈറ്റ് കളറിലുള്ള കൊക്കോ പൗഡർ ഒരു 3/4 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഡാർക്ക് കളറിലുള്ള കൊക്കോ പൗഡർ ആണെങ്കിൽ 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കുക. പ്രത്യേകിച്ച് ഈ റെഡ് വെൽവെറ്റ് കേക്കിനുള്ള പൊടി നമ്മളെപ്പോഴും ഒരു 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കുന്നത് നല്ലതാട്ടോ. കാരണം നമ്മളിതിൽ അല്പം മാത്രം കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുത്തത്. ആ കൊക്കോ പൗഡർ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് ഒരു 3 പ്രാവശ്യമൊക്കെ അരിച്ചെടുത്താൽ നല്ലതാണ്. കൊക്കോ പൗഡർ നന്നായിട്ട് മിക്സായി വരാതിരുന്നാൽ നമ്മൾ കേക്ക് ബേക്കായിട്ട് കഴിയുമ്പോൾ കേക്കിൻ്റെ അടിഭാഗത്തും സൈഡിലും ഒക്കെ ബ്രൗൺ കളറായിട്ട് നിൽക്കും. ഉൾഭാഗത്ത് മാത്രമേ റെഡ് കളർ ഉണ്ടാവുകയുള്ളൂ കേക്കിന്. അപ്പോൾ കേക്കിന് ഫുള്ളായിട്ട് റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഈ ഒരു പൊടി എന്തായാലും 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് സാധാരണത്തെ പോലെ തന്നെ ഞാൻ ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ള ബട്ടർ മിൽക്കിലേക്ക് കളർ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് റാസ്ബെറി റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ലിക്വിഡ് കളറാണ് കേട്ടോ. അല്ലെങ്കിൽ ജെൽ കളർ എടുക്കുകയാണെങ്കിൽ സൂപ്പർ റെഡ് പറഞ്ഞിട്ടുള്ള ജെൽ കളറും എടുക്കാവുന്നതാണ്. അപ്പം നമ്മളിവിടെ 3 മുട്ടയാണ് ഈ കേക്കിലേക്ക് എടുത്തിട്ടുള്ളത്. ഈ 3 മുട്ടയും ഒരു ബൗളിൽ പൊട്ടിച്ചൊഴിക്കാം. മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടന്നെ തണുത്ത മുട്ട ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബൗളിലും വെള്ളത്തിൻ്റെ അംശങ്ങളൊന്നും പാടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും വാനില എസൻസും കൂടെ ഇതുപോലെ നന്നായിട്ട് ബീറ്റായി ഇതുപോലെ വലിയൊരു ബബിൾസ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പൊടിച്ച പഞ്ചസാരയുടെ അളവ് 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള അളവാണ് കേട്ടോ. അപ്പോൾ അത് ഒന്നിച്ച് ചേർത്ത് കൊടുക്കേണ്ട, കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. മുട്ടയും പഞ്ചസാരയും വാനില എസൻസൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇതുപോലെ നല്ലൊരു ഫ്ലഫി ആയിട്ട് വരണം കേട്ടോ. നമ്മൾ മറ്റുള്ള കേക്കുകളുടെ ഒക്കെ പോലെ തന്നെ നല്ല ഫ്ലഫി ആയിട്ട് വന്നാൽ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂടുതലായിട്ട് ബീറ്റ് ചെയ്തെടുക്കരുത്. ഇത്രയും മതി. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇത് മാറ്റി വെച്ചിട്ട് നമുക്കിതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള പൊടി കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള കളർ ചേർത്തിട്ടുള്ള ബട്ടർ മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ബട്ടർ മിൽക്കിൽ ചേർത്തിട്ടുള്ള കളർ പിന്നെ കേക്കിൽ കുറവുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വീണ്ടും വേണമെങ്കിൽ കളർ ഓരോരുത്തരുടെ കളറിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ പതുക്കെ ഫോൾഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുക.
അപ്പോൾ ആദ്യത്തെ ബാച്ച് മിക്സായി വന്നതിന് ശേഷം പിന്നെ അടുത്ത ബാച്ച് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഒരു 3-4 പ്രാവശ്യമായിട്ട് കുറേശ്ശെ പൊടിയും അതുപോലെ കുറേശ്ശെ ബട്ടർ മിൽക്കും ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. സ്പാറ്റിൽ വെച്ചിട്ട് ആദ്യം ഇതുപോലെ മുകൾ ഭാഗത്തുള്ള പൊടി ഒന്നങ്ങ് യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്ത് ആ ഒരു മെത്തേഡിൽ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് യോജിച്ച് കിട്ടിക്കോളും. ഇപ്പോൾ ലാസ്റ്റ് ബാച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ബട്ടർ മിൽക്കും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ കളറ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് അല്പം കൂടെ കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മിക്സ് ചെയ്തെടുക്കുന്ന രീതി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതുപോലെ ആ പൊങ്ങി വന്നതൊന്നും താഴ്ന്നു പോവാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള റെഡ് കേക്ക് കിട്ടും. പൊടിയല്ലാതെ മിക്സായി വന്നപ്പോൾ കളറ് കുറച്ച് കുറവ് തോന്നിയതുകൊണ്ട് ഞാൻ അല്പം കൂടെ കളർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മിക്സായി വന്നാൽ പിന്നെ ഓവറായിട്ട് മിക്സ് ചെയ്തെടുക്കണ്ട കേട്ടോ. ഇത്രയും മതി. ഇപ്പോൾ എല്ലാതും നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് 7 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ 180 ഡിഗ്രിയിൽ ഒരു 30-35 മിനിറ്റ് വരെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സ്ക്യൂർ വെച്ചിട്ട് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കേക്ക് നമുക്ക് ഒരേ ലെവലിൽ തന്നെ കിട്ടും. ഇത് നമുക്ക് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്ന് നന്നായിട്ട് ചൂടാറി ഞാൻ ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാത്രിയിലായിരുന്നു കേട്ടോ ബേക്ക് ചെയ്യാൻ വെച്ചിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് എടുത്തപ്പോൾ കാണിക്കാതിരുന്നത് ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ്. പിന്നെ ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് ഇപ്പോൾ ഈ ഒരു കേക്കിനെ കാണിക്കുന്നത് കേട്ടോ. കണ്ടല്ലോ, കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. സൈഡൊക്കെ നല്ല കളറിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് മാവ് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ, പൊടി നന്നായിട്ട് അരിച്ചെടുക്കുകയാണെങ്കിൽ സൈഡിൽ ബ്രൗൺ കളറും അടിയിൽ ബ്രൗൺ കളറൊന്നും വരില്ല. എല്ലാ ഭാഗവും ഒരേ കളറിൽ തന്നെ നമുക്ക് കിട്ടും. അതുപോലെ നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണ്. കണ്ടല്ലോ, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. കണ്ടല്ലോ, മുകൾ ഭാഗത്തൊന്നും നനവ് പോലെ ഒട്ടൽ പോലെ ഒന്നും വന്നിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി മുകൾ ഭാഗം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇത് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടേക്ക് കെയർ, ബൈ.